എന്തൊക്കെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഐഡിയലി ഒരു നാടിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ജനങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള, നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന് നമ്മുടെ കൾച്ചറിനെ മുന്നോട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള പോളിസികളും ലോ മേക്കിങ്ങും. 2, റെപ്രസെൻറ്റേഷൻ ഓഫ് സിറ്റിസൺ. അതായത് മൂവാറ്റുപുഴയിലെ MLA തിരുവനന്തപുരത്ത് പോകുമ്പോൾ മൂവാറ്റുപുഴയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ റെപ്രസെന്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി മൂവാറ്റുപുഴയിലെ MLAക്കാണ്. 3, പബ്ലിക് റിസോഴ്സ് അലോക്കേഷൻ. നാട്ടിലെ ടാക്സിലൂടെയും നികുതിയിലെയും പിടിക്കുന്ന റിസോഴ്സുകളെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ പ്രൊപ്പോർഷനിൽ അലോക്കേറ്റ് ചെയ്യണം. അക്കൗണ്ടബിലിറ്റി ആൻഡ് ഗവർണൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കോർപ്പറേഷൻ വന്നു, ആ കോർപ്പറേഷൻ നമ്മുടെ പുഴയിൽ മാലിന്യം കലർത്തി, ആ കോർപ്പറേഷനെ അക്കൗണ്ടബിൾ ആയിട്ട് ഹോൾഡ് ചെയ്യുക, അത് ഗവേൺ ചെയ്യുക. അടുത്തത് ക്രൈസിസ് മാനേജ്മെന്റ്. വെള്ളപ്പൊക്കം, അതുപോലെ മണ്ണിടിച്ചിൽ, ഇങ്ങനത്തെ സംഭവങ്ങൾ വന്നു, അവിടെ ക്രൈസിസിനെ മാനേജ് ചെയ്യുക. 6, ഫോറിൻ റിലേഷൻഷിപ്പ് ആൻഡ് ഡിപ്ലോമസി. അത് ഒരു രാജ്യം വേറെ രാജ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഒരു സംസ്ഥാനം വേറെ സംസ്ഥാനമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും, മുല്ലപ്പെരിയാർ അങ്ങനത്തെ ഇഷ്യൂകളിൽ ആ റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോവുക. ഈ 6 കാര്യങ്ങളാണ് ഇവരുടെ ഉത്തരവാദിത്വം.